ഒഴിവുവേളകൾ എങ്ങനെ ആനന്ദകരമാക്കാമെന്നുള്ളത് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലടാ, അതിനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം, നമ്മൾ എന്തൊരു നല്ല കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിലും വയറ് നിറച്ച് കഴിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. പിന്നെ മധുരം കഴിച്ചിട്ട് എടാ, അതാ ചായയിൽ ആവശ്യത്തിലധികം മധുരം ഉണ്ടല്ലോ, അപ്പൊ അത് സെറ്റായി. നീ നമ്മുടെ അണ്ണന്മാരെ പറ്റി പറഞ്ഞു. രാമച്ചിറ ബാറ്റ ഷോറൂം അറിയാന്നുണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഷോപ്പാണിത്. ഇവിടെ നല്ല കട്ട്ലേറ്റ് കിട്ടും, സമൂസ കിട്ടും, പിന്നെ നല്ല ബ്രൂ കോഫി, ബൂസ്റ്റ്, ഹോർലിക്സ്, അതെ അതെ അതെ, എല്ലാം നല്ല ടേസ്റ്റ് ആണോ, സത്യം പറയാലോ. അതെ, സത്യമായിട്ടൊന്ന് ഈ ചായ എല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിക്കാണ് ഞങ്ങൾ പോകുന്നത്. സീ വേൾഡ് അണ്ടർ വാട്ടർ ടണൽ ഉണ്ടല്ലോ, മറൈൻ എക്സ്പോ. ഇത് ആക്ച്വലി എടാ, നീ കേട്ടിട്ടില്ലേ, ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ. എടാ, ഇത് ആക്ച്വലി ഉണ്ടല്ലോ ആലപ്പുഴയിലൊക്കെ വന്ന സമയത്ത് ഞാൻ പോണം എന്ന് വിചാരിച്ചിട്ട് കുറേ നോക്കി. പക്ഷെ ഇവനെ ഫ്രീ ആയിട്ട് കിട്ടാത്തോണ്ട് അത് നടന്നില്ല. പക്ഷെ തിരുവല്ലയില് ഇത്രയും അടുത്ത് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് മിസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ തിരുവല്ലയിൽ ഇത്രയും അടുത്ത് കിട്ടിയപ്പോൾ ഞങ്ങൾ വച്ച് പിടിച്ച് അങ്ങോട്ട് പോയി. എനിക്ക് ഈ അണ്ടർ വാട്ടർ ടണൽ, ഈ മീനൊക്കെ എങ്ങനെയാ നമ്മുടെ തലയുടെ മണ്ടയിൽ കൂടെ പോകുന്നത്, ആ ടണലായിരുന്നു എന്റെ ലക്ഷ്യം. ഇവന്റെ ലക്ഷ്യം വേറെ ചിലതുമായിരുന്നു. അത് ഞങ്ങൾ വഴിയെ പറഞ്ഞു തരാം. പക്ഷെ ഇതിനൊരു കുഴപ്പമുണ്ട്, എന്നാന്നറിയോ, നമ്മൾ ഈ കാണുന്ന മീനുകളുടെ ഒന്നും പേരും ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. പറഞ്ഞാൽ നമ്മളിത് പഠിക്കാൻ വേണ്ടിയാണ്, ഒരു എക്സിബിഷൻ ആണല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് അവർ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ല. അത് ശരിയാ, നോട്ട് ദ പോയിന്റ്. കാരണം നമ്മൾ ഈ മീനുകളെ കാണുന്ന സമയത്ത് വലിയ മീൻ, കുഞ്ഞു മീൻ, ചെറിയ മീൻ, അതാ ഞാൻ പറഞ്ഞേ. ഞാനിപ്പം ഇവനെ കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കടാ നല്ല ഭംഗിയുള്ള മീൻ, അല്ലെങ്കിൽ ആ പിപ്പിരി മീൻ, കുഞ്ഞു മീൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ മീനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നത്. അതേ അവസ്ഥ തന്നെയായിരിക്കും ദാണ്ട ഈ കാണുന്ന ആളുകൾക്ക് മൊത്തം. അങ്ങനെ ഞങ്ങള് നോക്കിയിരുന്ന ടണലിന്റെ അകത്തോട്ട് എത്തി. അന്തം വിട്ട് നടന്നു പോകുന്ന എന്നെയാണ് നിങ്ങൾ ഈ ഇടയിൽ കാണുന്നത്. ഇത് പിന്നെ എന്താണെന്നറിയോ, ഈ മീനെ ഞാൻ കളിപ്പിക്കുന്നതാ. അതായത് ഈ ചില്ലേ തൊടുന്ന സമയത്ത് കണ്ടോ, പിള്ളേരും അത് തന്നെയാണ് കാണിക്കുന്നത്. ഞങ്ങളെല്ലാം ഒരു മനസ്സാ. അപ്പൊ നമ്മളിങ്ങനെ ഈ ചില്ലയിൽ ഇങ്ങനെ ഇട്ട് തട്ടുന്ന സമയത്ത് ഈ മീൻ നമ്മുടെ അടുത്തോട്ട് വരുന്ന പോലെ ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തു. നിനക്കോ? എനിക്കിത് കാണുമ്പോൾ എന്തോ പറയുക, ഒരുമാതിരി കഷ്ടമാവുന്നു. കാരണം എവിടെയോ കടലിൽ കിടക്കേണ്ട ജീവിക്കേണ്ട മീനെ എല്ലാം ഇവിടെ പിടിച്ചിട്ട് ആ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മളെ കടലിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഇത് കാണിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും അല്ലേടാ. സ്ഥലങ്ങൾ കൊണ്ട് അവിടെ പോകണമെന്നുണ്ട്, നല്ല പൈസ. ഇത് 100 രൂപയുടെ കേസ്. ശരിയാ. അപ്പൊ ഇത്രയെങ്കിലും പറ്റുന്നുണ്ടല്ലോ, പോസിറ്റീവ്. നമ്മൾ എന്തൊരു കാര്യത്തിലും പിന്നെ ഇവൻ ഉന്നം വെച്ചോണ്ടിരുന്ന സാധനത്തിലേക്ക് നമ്മൾ ഏറെക്കുറെ അടുത്തിട്ടുണ്ട് അല്ലേ. ഇതറിഞ്ഞെങ്കിൽ ആലപ്പുഴയില് മത്സ്യകന്യക ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിത് ആലപ്പുഴയിലെ മിസ്സാവൂലായിരുന്നു അല്ലേടാ, അല്ലേ? അതാണ് നമ്മുടെ സത്യം പറയാലോ. ഇവളെ വിളിച്ചപ്പോ ഇത് ഉദ്ദേശം അങ്ങനെ പറയരുത്. അതായത് ഞാൻ ഇങ്ങനെ ഈ സീ വേൾഡ് കാണാൻ പോണം എന്ന് പറയുമ്പോ തൊട്ട് വലിയ ഒരു ഉന്മേഷമൊന്നും ഇല്ല. പക്ഷെ അവിടെ മത്സ്യകന്യക ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എന്ത് മത്സ്യകന്യകയോ പെട്ടെന്നായിരുന്നു പിന്നെയുള്ള ആക്ഷനൊക്കെ. ഇത് കാണാൻ വേണ്ടിട്ടായിരുന്നു. മത്സ്യകന്യകയ്ക്കും മത്സ്യകന്യകനും ടാറ്റ ബൈബിയൊക്കെ പറഞ്ഞ് തിരിയുമ്പോ പിന്നെ അങ്ങോട്ട് കുറെ സ്റ്റാളുകളാണ്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ എന്താ പറയാ, ആകാശത്തിന് കീഴിലുള്ള സാധനങ്ങളൊക്കെ ഒരു കുടക്കീഴിൽ എന്നൊക്കെ പറയില്ല, അതുപോലെയാണ് എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അത് തന്നെ. ഇങ്ങനെ കുറേ മിഠായികള് നമ്മൾ പണ്ട് കണ്ടുവിട്ട മിഠായികളൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ ആയിരുന്നു. ഇത് പിന്നെ തേനിലാവാണ് ഞാൻ അടുത്ത് പൊക്കി കാണിക്കുന്നത്. അങ്ങനെ കുറേ മിഠായികൾ കാണാൻ പറ്റി. പിന്നെ നിന്റെ ഫേവറേറ്റ് കുറെ അലുവകള്, പെർഫ്യൂമുകള്, ഇതെല്ലാം കണ്ടു. പക്ഷെ അച്ചാറ്, കുറെ ടൈപ്പ് അച്ചാറ്, പിന്നെ പല ടൈപ്പ് പപ്പടം, ഓരോരോ. ഏറ്റവും എടുത്തു പറയേണ്ടത് ക്യാൻവാസിംഗ് ആണ്. നമ്മൾ ഓരോ സ്റ്റാളിലും നിന്ന് പോകും. പിന്നെ എന്നെ പിടിച്ചു വലിച്ചോണ്ട് വരുമായിരുന്നു. അല്ല, ഇത് ഡേഞ്ചർ സോൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിലും തലയിലും തോളിലൊക്കെ വെച്ച് തരും. ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ നിൽക്കായിരുന്നു. നമുക്കൊന്നും വെക്കാൻ തോന്നിയില്ല അല്ലേ? ഇതൊക്കെ എടുത്ത് വെക്കുന്നതിന് പൈസയാവും. അതും ശരിയാ, കാരണം പൈസയാവും എന്നുള്ളതൊരു ഫാക്ട്. പക്ഷെ നമുക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ജീവൻ പണയം വെച്ച് ഒരുമാതിരി എന്താ പറയാ, കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിച്ചു എന്ന് പറഞ്ഞൊരു അവസ്ഥയാവും. അതുകൊണ്ട് ഞങ്ങൾ ബുദ്ധിപരമായിട്ട് ഇതിന് പിന്മാറി. പിന്നെ വീണ്ടും ഇങ്ങനെ കുറെ സ്റ്റാളുകൾ കണ്ടു. യന്ത്രൂഞ്ഞാല് കണ്ടു. യന്ത്രൂഞ്ഞാലിൽ കയറാൻ നമുക്ക് പ്ലാൻ ഉണ്ടായി. പക്ഷെ ആളും ആരവോ ഒച്ചപ്പാടും ബഹളവും ഇല്ലാത്തോണ്ട് മൂഡ് പോയി, ആ ഫ്ലോ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഈ തോണി ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി.
ഏതാണ്ട് തീരാനായി, ആൾക്കാരൊക്കെ വന്ന് കറങ്ങി പോയി കാണും, അതുകൊണ്ടായിരിക്കും. അതല്ലെന്ന്, ഇവിടുത്തെ ഈ കാഴ്ചകൾ കണ്ട് തീരാറായി. കണ്ടോ അത് യെസ് യെസ് യെസ്, നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞ് ലാസ്റ്റ് ലെവലിലാണ് നിൽക്കുന്നത്. എക്സിറ്റിലോട്ട് പോകുന്നത്, അങ്ങനെ ഞങ്ങൾ 100 രൂപ പണി ചെലവാക്കി കഴിഞ്ഞ് പുറത്തിറങ്ങി തീർത്ത്. അതെ, പോയേക്ക് പറഞ്ഞ ടാറ്റാ ബൈ ബൈ പറ. ബൈ 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 ബൈ.